മൂന്നടവല്ലേ തെറ്റിയിട്ടുള്ളൂ. ആ മൂന്നടവല്ലേ തെറ്റിയിട്ടുള്ളൂ. ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയണല്ലേ? അല്ലല്ല, അവസ്ഥ നിങ്ങൾക്ക് അറിയണതാണ്. അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അറിയാഞ്ഞിട്ടല്ല എവിടോ, ഇത് അറിയാഞ്ഞിട്ടല്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ കുടുംബത്തിനെ അറിയാം, നിങ്ങളുടെയൊക്കെ കുടുംബം നമുക്കും അറിയണതാണ്. ഈ നാട്ടുകാരാണല്ലോ. സാറിന്റെ ഡ്യൂട്ടി തന്നെയാണല്ലോ. ചിലപ്പോ അടവ് തെറ്റിയാ വരേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും. അതാണുള്ള ഡ്യൂട്ടിയാണ്. അതായത് ചെയ്തോട്ടെ. അപ്പൊ ആ സമയത്ത് നമുക്ക് അത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു അസുഖം വന്നു കുട്ടിക്ക്. അപ്പൊ അതിന്റെ ചികിത്സക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ വേണം. കുട്ടികളും കുടുംബമൊക്കെ നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. സ്നേഹമൊന്നും വേണ്ട, സ്നേഹം വേണ്ട. അഹങ്കാരത്തോടുകൂടി ഞാൻ ഇത്തിരി അഹങ്കാരത്തിൽ തന്നെ പറയാം. മര്യാദക്ക് പറയാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല, സമ്മതിക്കണില്ല. ചേട്ടൻ ഞാൻ പറയാം. മൂന്നടവ് തെറ്റിയിട്ടുണ്ട്. ഈ മൂന്നടവിന് ഒരു അടവിന്റെ ഒരു 1.5 മാസത്തെ സമയം കൂടി നിങ്ങൾ തരണം. ആ സമയമാകുമ്പോഴത്തേനും അതിന്റെ ഉള്ളിൽ അതാ പറഞ്ഞേ, അതിന്റെ ഉള്ളിൽ ഈ പൈസ അടയ്ക്കാം.